Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ്. അതിലെ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ, ദെൻ ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ? നമ്മൾ റെക്ടിഫയർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എന്താ AC സിഗ്നലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, പൾസേറ്റിംഗ് DC ആക്കി മാറ്റുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണി ഡയറക്ഷണൽ കറണ്ട് ലോഡിലൂടെ പാസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. എന്താണ് യൂണി ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നില്ല, ഒന്നെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അത് മാത്രമേ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ട് തരത്തിലുള്ള ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഉണ്ട്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതാണ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പം സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ AC ഇൻപുട്ട് കൊടുക്കും, നമ്മൾ സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു, ദെൻ എ ട്രാൻസ്ഫോമർ, എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നു, ദെൻ രണ്ട് ഡയോഡ്സ് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ദെൻ സെന്റർ ടാപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ എൻ്റെ സെക്കൻഡറി പോയിന്റ്, ഇതിന് നമുക്ക് പ്രൈമറി എന്ന് വിളിക്കാം, ഇതിന് സെക്കൻഡറി എന്ന് വിളിക്കാം. സെക്കൻഡറിയിൽ ഒരു വയറുണ്ട്, അതിന് പറയുന്ന പേരാണ് സെന്റർ ടാപ്പ്. ആ സെന്റർ ടാപ്പിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ലോഡ് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സെന്റർ ടാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, അതായത് 606 ആണ് ട്രാൻസ്ഫോമർ എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 6√2 -6√2 0 ആയിരിക്കും ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടും. ഈ പോയിന്റും നമുക്ക് എടുക്കുന്നെങ്കിൽ 12√2 -12√2 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. അതായത് AC സിഗ്നലിന്റെ മാക്സിമം വോൾട്ടേജ് 12√2, അതിന്റെ റിവേഴ്സിലെ മാക്സിമം വോൾട്ടേജ് -12√2 ആയിരിക്കും. ഈ പോയിന്റും എടുക്കുന്നെങ്കിൽ ഈ പോയിന്റും എടുക്കുന്നെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്, 6√2 -6√2. അതായത് മാക്സിമം നിങ്ങൾക്ക് ഒരു 6 × √2 ദാറ്റ് ഈസ് 8 പോയിന്റ് സംതിങ് വരും, ഇവിടെ നിങ്ങൾക്ക് -8 പോയിന്റ് സംതിങ് വരും. ദാറ്റ് ഈസ് അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സൈൻ വേവ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. AC സിഗ്നൽ കൊടുക്കുന്നു, ദെൻ എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, then two diodes are connected parallel, then load resistor is connected to the center tap of the transformer center tap ലേക്ക് കണക്ട് ചെയ്യുന്നു. then center tapped full wave rectifier, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ പ്രത്യേകത, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് പ്ലസ് ഇത് മൈനസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ദെൻ പ്ലസ് മൈനസ്. അപ്പോൾ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ പ്ലസ് മൈനസ് വീണ്ടും പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ വിചാരിക്കരുത്. ഇതുമായിട്ട് നോക്കുമ്പോൾ ഉടനെ ഈ പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഈസ് മോർ നെഗറ്റീവ്, ഈ പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് പോയിന്റ് ഈസ് മോർ നെഗറ്റീവ്. അതുകൊണ്ടാണ് പ്ലസ് മൈനസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡയോഡ് എന്തോ പറ്റും, ഡയോഡിന്റെ P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, ദാറ്റ് മീൻസ് P ടു പോസിറ്റീവ്, ഡയോഡ് ബിക്കം ഫോർവേഡ് ബയാസ്ഡ്. അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഈ ഡയോഡോ പ്ലസ് മൈനസ് എന്നല്ലേ, അപ്പൊ ഈ ഡയോഡ് എന്തായി മാറി, P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. ഒരെണ്ണം മാത്രം ഇപ്പൊ കൺസിഡർ ചെയ്ത് നോക്കുക, P നെഗറ്റീവിലേക്കാണെങ്കിൽ ഇത് ബയാസിംഗ് ആണ്, റിവേഴ്സ് ബയാസിംഗ് ആണ്. അപ്പൊ ഈ ഡയോഡ് എന്തായി മാറി, ഓപ്പൺ സർക്യൂട്ടായി മാറി. നമ്മളത് റീപ്ലേസ് ചെയ്തു, പ്ലസ് മൈനസ്. അപ്പൊ ഈ പ്ലസ് മൈനസ് ഒരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ പോയിന്റ് പ്ലസ് ആണോ മൈനസ് ആണോ. എപ്പോഴും പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയുന്നത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ്. അപ്പൊ ഈ പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് മോർ നെഗറ്റീവ്, ഈ പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് മോർ നെഗറ്റീവ്. ഈ പോയിന്റും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് മോർ നെഗറ്റീവ് ദാൻ ദിസ് പോയിന്റ്. അതുകൊണ്ടാണ് പ്ലസ് മൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, അപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ടായി മാറി, ഇത് ഓപ്പൺ സർക്യൂട്ടായി മാറി. അപ്പൊ ഇതുവഴി കറണ്ട് ഒഴുകുമോ, ഒരിക്കലും ഇല്ല. ഇതുവഴി കറണ്ട് ഒഴുകും. എങ്ങനെ ഒഴുകും, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് ഒഴുകി ഇങ്ങോട്ട് ഒഴുകും. ദാറ്റ് ഈസ് A to B ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് റെസിസ്റ്ററിൽ A to B ആയിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് അതല്ലേ, ഇവിടെ മൈനസ് പ്ലസ് എന്നായി മാറും. അപ്പൊ ഇവിടെ എങ്ങനെ വരും, മൈനസ് പ്ലസ്. അപ്പൊ P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആയി മാറി, ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റണം. ഇനി മൈനസ് പ്ലസ് ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഡയോഡ് എന്തായി മാറി, P2 പോസിറ്റീവ് ആയി മാറി. ഡയോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ
ഷോർട്ട് സർക്യൂട്ട് ആക്കി റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ആക്കി റീപ്ലേസ് ചെയ്തു, മറ്റേത് ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റി. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോ ശ്രദ്ധിച്ച് മൈനസ് പ്ലസ്, അപ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പം ഇങ്ങനെ കറണ്ട് ഒഴുകി ഇവിടുന്ന് ഇങ്ങോട്ട്, ദാറ്റ് ഈസ് അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ ടു ബി തന്നെയാണ് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കേസിലും കറണ്ടിന്റെ ഫ്ലോ എന്താണ്? എ ടു ബി. അതുകൊണ്ടാണ് നമ്മൾ ഇത് നേരത്തെ ആദ്യം പഠിച്ചത് എന്താണ്? യൂണി ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്, എ ടു ബി. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്നുമില്ല, എപ്പോഴും എങ്ങനെയാണ്? ഒരേ ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഫ്ലോ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോലെ തന്നെ ആയിരിക്കും. ഔട്ട്പുട്ട് എല്ലാ സമയത്തും വി ഇൻ ഈസ് ഈക്വൽ ടു വി ഔട്ട് തന്നെയാണ്. ഏത് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണോ വി ഇൻ അത് തന്നെയാണ് നിങ്ങൾക്ക് വി ഔട്ട് കിട്ടുന്നത്. അപ്പോൾ വി ഇൻ ഈസ് ഈക്വൽ ടു വി ഔട്ട് ആണ്. പക്ഷെ എന്താ? ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? യൂണി ഡയറക്ഷനിലായിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. ദെൻ ഹൗ ടു ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ ബൈ ഐ എ സി സ്ക്വയർ ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഐ ഡി സി സ്ക്വയർ, ഡി സി ഔട്ട്പുട്ട് ആണ്, എ സി ഇൻപുട്ട് ആണ്. അപ്പോൾ ഇൻപുട്ടിലെ എ സി പവറിനെ ഔട്ട്പുട്ടിന്റെ ഡി സി പവറിനെ എടുത്തു, ആർ എൽ ഇവിടെ ആർ എൽ പ്ലസ് ആർ എഫ് വന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് എടുക്കാം? ഒന്നാമത് നമ്മൾ ഐ ഡി സി കണ്ടുപിടിക്കാൻ പോകും, ദാറ്റ് ഈസ് ആവറേജ് കറണ്ട്. ആവറേജ് കറണ്ട് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ടോട്ടൽ ബൈ ഇറ്റ്സ് ടൈം പീരീഡ്. ഇവിടുത്തെ ടൈം പീരീഡ് എന്താണ്? ഔട്ട്പുട്ടിന്റെ ടൈം പീരീഡ് എന്തായി മാറി? ഇവിടുത്തെ ടൈം പീരീഡ് 2π ആണ്. എന്നാൽ ഇവിടുത്തെ ടൈം പീരീഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഔട്ട്പുട്ടിന്റെ ടൈം പീരീഡ് എന്തായി മാറി? പൈ ആയിട്ട് മാറി. അപ്പോൾ 1/π ഇന്റഗ്രൽ 0 to π ദിസ് വി എം ഡി തീറ്റ അല്ലെങ്കിൽ വി ഡി തീറ്റ അല്ലെങ്കിൽ ഐ ഡി തീറ്റ. ഐ ഡി തീറ്റ എന്തായി മാറി? ഇപ്പൊ കറണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പൊ ഐ എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഐ എം സൈൻ തീറ്റ എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഇതെന്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യും? ഐ എം സൈൻ തീറ്റ ഡി തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഐ എം സൈൻ തീറ്റ ഡി തീറ്റ. 0 to π വെച്ച് സൈൻ തീറ്റനെ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൈനസ് കോസ് തീറ്റ 0 to π എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. 1/π ഐ എം 2. ആ ഐ എം ആണ് വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് കാണിച്ചേക്കുന്നത്. വോൾട്ടേജ് ബൈ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് കാണിച്ചേക്കുന്നത്. അപ്പം 2Im ബൈ പൈ എന്ന് കിട്ടി. എന്ത് കിട്ടി? ഐ ഡി സി കിട്ടി. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഡി സി ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ എന്ന് കിട്ടി. അപ്പം 2Im ബൈ പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എൽ എന്ന് കിട്ടി. ദെൻ ആർ എം എസ് വാല്യൂ റൂട്ട് മീന് സ്ക്വയർ. അപ്പൊ റൂട്ട് എടുത്തു, മീൻ എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് എന്താണ്? 1/π അല്ലേ? ഓക്കെ, 1/π ഇന്റഗ്രൽ 0 to π ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഐ എം എന്ന് പറയുന്നത് എന്താണ്? വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് പറയുന്നത്. അപ്പൊ ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഐ എം സ്ക്വയർ എടുത്തിട്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐ എം സ്ക്വയർ ഞാൻ വെളിയിലെടുത്തു. അപ്പോൾ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നുള്ളത് എടുത്തു. 2 എന്നുള്ളത് ഞാൻ വെളിയിലെടുത്തു. അപ്പോൾ ഐ എം സ്ക്വയർ ബൈ 2π എന്ന് കിട്ടി. ഇതിനെ മൊത്തത്തിൽ നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ ഐ എം ബൈ റൂട്ട് 2π എന്ന് വരും. എന്നാൽ പൈ ഞാൻ അകത്ത് തന്നെ ഇട്ടു. അപ്പം 1 മൈനസ് കോസ് 2 തീറ്റ 0 to π ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0 മൈനസ് ദാറ്റ് ഈസ് ഐ എം ബൈ റൂട്ട് 2. ഉള്ളിൽ എന്ത് കിട്ടി? പൈ എന്ന് മാത്രം കിട്ടി. ദാറ്റ് ഈസ് ഐ എം ബൈ റൂട്ട് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഐ ആർ എം എസ് എന്ന് കിട്ടി, ഐ എം ബൈ റൂട്ട് 2 എന്നും കിട്ടി. മറ്റേന്ത് കിട്ടി? 2Im ബൈ പൈ എന്ന് കിട്ടി, ഐ ഡി സി. അപ്പം ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടി? 8/π സ്ക്വയർ ആർ എൽ ബൈ ആർ എൽ പ്ലസ് ആർ എഫ്. ആർ എഫ് വെച്ച് നമ്മൾ ആർ എൽ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആർ എൽ ബൈ ആർ എൽ, ആർ എൽ ബൈ ആർ എൽ പ്ലസ് ആർ എഫ് ബൈ ആർ എൽ. അപ്പം 1/1 പ്ലസ് ആർ എഫ് ബൈ ആർ എൽ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ആർ എഫ് ഈസ് വെരി വെരി ലെസ് ദാൻ ആർ എൽ. അപ്പം എന്ത് കിട്ടി? 0.812 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 81.2% എന്ന് കിട്ടി റെക്ടിഫയറിന്റെ എഫിഷ്യൻസി. അപ്പോൾ ഹാഫ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എത്രയായിരുന്നു? 40.6 ആയിരുന്നു. അതിന്റെ ഡബിൾ ഉണ്ട് ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി കൂടി ഫുൾ വേവ് റെക്ടിഫയർ ആയപ്പോഴത്തേക്ക്. ഓക്കെ, അഡ്വാൻറ്റേജസ്. സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതായത് ഡി സി വോൾട്ടേജും അതുപോലെ ലോഡ് കറണ്ടും ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡബിൾ ആണ്.
മറ്റേതിൽ Vm/π ആയിരുന്നു, ഇവിടെ 2Vm/π. ഓക്കെ. ദെൻ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും കുറവായിരിക്കും. റിപ്പിൾ ഫാക്ടർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ എഫിഷ്യൻസി എന്തായി മാറി? ഡബിൾ ആയി മാറി. കാരണം ഹാഫ് വേവ് റെക്ടിഫയർ 40.6 ആയിരുന്നു, ഫുൾ വേവ് റെക്ടിഫയർ വന്നപ്പോൾ 81.2% ആയി. എന്നാൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജിന്റെ ഹാഫ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എടുക്കുന്നത് എന്താണ്? സെന്റർ ടാപ്പും കൂടെ ചേർത്താണ് സെക്കൻഡറിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഹാഫ് മാത്രമേ കിട്ടത്തുള്ളൂ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡബിൾ ആണ്. കാരണം ഇവിടുത്തെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് 2Vm എന്ന് കിട്ടും. ഹാഫ് വേവ് റെക്ടിഫയറിൽ എത്ര മാത്രമേ ഉള്ളൂ? Vm മാത്രമേ ഉള്ളൂ. ദെൻ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് എക്സ്പെൻസീവ് ആണ് മാനുഫാക്ചർ ചെയ്യാനായിട്ട്. കാരണം സെക്കൻഡറി വോൾട്ടേജിന്റെ ആ സെന്റർ ടാപ്പിന്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിന്റെ അപ്പർ പോർഷനിൽ ഹാഫും അതിന്റെ ബാക്കി പോർഷനിൽ ഹാഫ് ആയിരിക്കണം. അപ്പോൾ ഹാഫ് കിട്ടണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. So thank you. We will discuss more about the bridge rectifier in the next class. So thank you. Stay happy.